മോർണിംഗ് അരുൺജി. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും സന്തോഷമുള്ള കാര്യം, ഈ യാത്രക്കാരുടെയും ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെയും നന്ദി കൂടി അറിയിക്കുന്നു. ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ പ്രേക്ഷകർ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർമാർ തുടർച്ചയായിട്ട് ഈ മലബാറിലെ യാത്രാദുരം റിപ്പോർട്ട് ചെയ്യുന്നു. അരമണിക്കൂർ സമയം നമ്മൾ പ്രഭാതത്തിൽ അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു. ഷൊർണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സഞ്ചരിച്ചാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും മിനിസ്റ്റർ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ യാത്രാ പരിഹാരം ഉണ്ടാകുന്നത് എന്നത് സന്തോഷകരമായ കാര്യം. മിനിസ്റ്റർ, എന്തൊക്കെയാണ് ഈ പുതിയ ട്രെയിൻ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? നമ്മൾ നിരന്തരമായി മലബാറിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 15 തവണയെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒരു ട്രെയിൻ അനുവദിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം മലബാറിലെ യാത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. ഒന്നാമത് ലോക്കൽ കോച്ചുകളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് യാത്രക്കാരെ നല്ല രീതിയിൽ ബാധിച്ചു. ആ സമയത്താണ് റിപ്പോർട്ടർ ചാനലും ഒക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ധാരാളം ഇതുമായി ബന്ധപ്പെട്ട മെയിലുകളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ട്രെയിനുകൾ ഈ ഭാഗങ്ങൾ വരേണ്ടതുണ്ട്. കാരണം കേരളം പോലൊരു സംസ്ഥാനം ഭൂവിസ്തൃതി കുറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് റോഡുകളേക്കാൾ ആശ്രയിക്കാൻ കഴിയുന്നത് ദൂര യാത്രക്കാർക്ക് ട്രെയിനുകളാണ്. അപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാഭത്തിലോടുന്ന ട്രെയിനുകളുള്ളത് കേരളത്തിലാണ്. ഇപ്പോൾ റെയിൽവേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കണമെന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട റെയിൽവേ ബോർഡിനും അതോടൊപ്പം തന്നെ മന്ത്രിക്കും വീണ്ടും നമ്മൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം അത് നല്ലൊരു ട്രെയിനാണ്, ആളുകൾക്ക് വേഗത്തിലെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റു ട്രെയിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചിടുന്ന ഒരവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ അതിന് പരിഹാരം കാണാമെന്നും മറ്റുള്ള സമയങ്ങളുടെ ചെറിയ ട്രെയിനുകളിൽ സമയങ്ങളിൽ മാറ്റം വരുത്തി ഇത് പരിഹരിക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. സന്തോഷകരമായ കാര്യം മിനിസ്റ്റർ, പല പ്രേക്ഷകരും പറയുന്നത് ഈ ദീർഘദൂര ട്രെയിനുകൾക്ക്, എക്സ്പ്രസ് ട്രെയിനുകൾക്കെല്ലാം ഈ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ഡീ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ വരികയും ചെയ്യുക. കാരണം ഇപ്പോൾ എറണാകുളത്ത് പോകുന്ന ട്രെയിനുകളൊക്കെ മംഗലാപുരം എത്തുന്നത് വരെ പലപ്പോഴും ഈ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കാലിയായിരിക്കും. അപ്പോൾ ഡീ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ അനുവദിക്കുക എന്നൊരാവശ്യം. മെമു കൂടുതലായിട്ട് അനുവദിക്കുക. ഷൊർണൂർ മുതൽ കാസർഗോഡ് വരെയുള്ളൊരു ബെൽറ്റിൽ പല സമയങ്ങളിലായിട്ട് മെമു ഓടിയാൽ തന്നെ നമുക്കറിയാവുന്നതല്ലേ, ഈ സ്വകാര്യ ബസ്സിലാണെങ്കിലും ഒക്കെ വലിയ തിരക്കാണല്ലോ. അപ്പം മെമു അനുവദിക്കുക എന്നുള്ളത്, അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും സർക്കാർ അതിനുവേണ്ടി വളരെ ഗൗരവമായി തന്നെ ഇടപെടുമല്ലോ അല്ലേ മിനിസ്റ്റർ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, വരുന്നത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നലെ ഞാൻ യാത്ര ചെയ്തത് കന്യാകുമാരി ബാംഗ്ലൂർ ട്രെയിനിലാണ്. ആ ട്രെയിനിൽ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകൾ വളരെ കുറവായിരുന്നു. ആളുകൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത് കണ്ടു. നല്ല മഴയായിരുന്നു. ആളുകൾ മറ്റൊരു രക്ഷയില്ല, അതുകൊണ്ടാണ് അവരതിൽ കയറുന്നത്. കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ ആളുകളൊക്കെ തന്നെ കയറി ടി.ടിമാരോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മറ്റു കയറാൻ സ്ഥലങ്ങളില്ല. അപ്പോൾ അവരും പറഞ്ഞു ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിസ്സഹായത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിൽ നിന്നും ബോധ്യമാകുന്ന ലോക്കൽ ട്രെയിനുകളിൽ അല്ലെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളുടെ കുറവ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, രാജ്യത്ത് ഏറ്റവും പഴയ കമ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ മറ്റുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ പഴയ കമ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ട്രെയിനുകൾക്കും ഘടിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ എല്ലാം പഴയതാണ്. വർഷങ്ങൾ പഴക്കമുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ കൊടുന്ന് ഫസ്റ്റ് ക്ലാസ് ആയിട്ടും സെക്കൻഡ് AC ആയിട്ടൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി വളരെ കുറവാണ് സത്യത്തിൽ. അത് റെയിൽവേയുടെ വളരെ കാലമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിലായാലും പുതിയ ബോയികൾ അനുവദിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ പ്രയോറിറ്റി കേരളത്തിന് കുറവാണ്. അതിൽ മാറ്റമുണ്ടാവണം.
അതിനുള്ള ശ്രമം നമ്മൾ വീണ്ടും നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 15ഓളം കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്നു. ഈ കത്തുകൾ എഴുതുക എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ചിലപ്പോൾ പറയും കത്തുകൾ എഴുതിയ പോലെ നേരിട്ട് പറഞ്ഞാൽ പോരെ. ഇതൊരു സിസ്റ്റം അങ്ങനെയാണ് ഗവൺമെൻറ്. ഇത് മെയിലിലൂടെ അല്ലെങ്കിൽ കത്തുകളിലൂടെയാണ് റെയിൽവേ അറിയിക്കുക. അത് രേഖാമൂലം എന്നുള്ള അറിയിപ്പാണത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരം റെയിൽവേ വകുപ്പ് മന്ത്രിയുമായൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ കാര്യങ്ങൾ നമ്മൾ വിശദമായി ഒരു കാര്യം കൂടി